വെറുതെ ഒന്ന് ചിരിച്ച് വെറുതെ മായും പോലെയുള്ള ഒരാളല്ല മലയാള സിനിമയ്ക്ക് ശ്രീനിവാസൻ. മലയാളിയുടെ സകല ആടയാഭരണങ്ങളെയും എടുത്തുടുക്കുന്നുണ്ട് ശ്രീനിയുടെ ചിരിയിൽ. ആ ഫ്രെയിമിൽ ഒരു സമ്പൂർണ്ണ ഇടത്തരം മലയാളിയുമുണ്ട്. അയാളുടെ ചിരിയിൽ ജ്ഞാനത്തിൻ്റെ വെളിച്ചം പ്രസരിച്ചിരുന്നു, നർമ്മത്തിൻ്റെ ആഴവും. മലയാളിയുടെ അഹന്തയെ, ദുരഭിമാനത്തെ, കാപട്യത്തെ ഇത്രയേറെ വിചാരണ ചെയ്ത മറ്റൊരാളുണ്ടാവില്ല. ന്യായാധിപനും അഭിഭാഷകനും വാദിയും പ്രതിയുമൊക്കെയായി അക്കൂട്ടത്തിൽ ആദ്യം കക്ഷി ചേർന്നതും ശ്രീനി തന്നെയായിരുന്നു. തന്നിലെ മലയാളിയെയാണ് ആദ്യം കീറി മുറിച്ചത്, എന്നിട്ടാണ് ചുറ്റും നോക്കിയത്. അസാധാരണമായിരുന്നു ആ നിരീക്ഷണ പാടവം. മലയാളിയുടെ മനസ്സാക്ഷിയെ തുറന്നുകാട്ടാനും അവരെ ചിന്തിപ്പിക്കാനും കുറ്റബോധത്താൽ വിനയാന്വിതരാക്കാനും അതിലൂടെ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആക്ഷേപഹാസ്യവും പരിഹാസവും സ്വയം വിമർശനവും ആടിത്തിമിർക്കുന്ന കലക്കത്ത് കുഞ്ചനെയും ഇവിടെ കാണാം. 1976 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കമായിരുന്നു ശ്രീനിവാസൻ അഭിനയിച്ച ആദ്യ സിനിമ. 1984 ഇറങ്ങിയ KG ജോർജിന്റെ പഞ്ചവടിപ്പാലം എന്ന സിനിമയിൽ ചക്രവണ്ടിയിൽ സഞ്ചരിക്കുന്ന കാത്തവരായൻ എന്ന കഥാപാത്രം ശ്രീനിവാസനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതായിരുന്നു. G. അരവിന്ദന്റെ ചിദംബരത്തിലെ മുനിയാണ്ടി വേറിട്ട കഥാപാത്രമായിരുന്നു. ശ്രീനിവാസൻ സത്യനന്ദിക്കാട് എന്നത് മലയാള സിനിമയിലെ മികച്ച കൂട്ടുകെട്ടായി. മലയാളിയെ മനസ്സിലാക്കുവാനും നർമ്മത്തിലൂടെ ചിലതൊക്കെ ബോധ്യപ്പെടുത്താനും മെച്ചപ്പെട്ട മനുഷ്യരാക്കി മാറ്റാനും ഇവിടെയും ശ്രമിച്ചിട്ടുണ്ട്. അതൊരു സാംസ്കാരിക പ്രവർത്തനമായും വിലയിരുത്താം. മധ്യവർഗ സമൂഹം തന്നെയായിരുന്നു എന്നും ശ്രീനിവാസന്റെ കഥകളിലെ ലോകം. കുടുംബം, കല്യാണം, മരണം, തൊഴിലിടങ്ങൾ, ചായക്കടകൾ. ശ്രീനിവാസൻ സിനിമകളുടെ കഥയിടങ്ങൾ അത്രയും മലയാളികളുമായി ചേർന്ന് നിൽക്കുന്നവയായിരുന്നു. മലയാളി യൗവനത്തിന്റെ സകല നിസ്സഹായതകളെയും വേദനയൂർന്ന ചിരിയായി വരച്ചു. സാധാരണ മനുഷ്യരെ വേട്ടയാടുന്ന സംവിധാനങ്ങളെയെല്ലാം വിമർശിച്ചു. നടനും എഴുത്തുകാരനും എന്ന നിലയ്ക്ക് ശ്രീനിവാസന് മുഖ്യധാരാ സിനിമയുടെ ചിന്താപദ്ധതിയെ സവിശേഷമായി സ്വാധീനിക്കാനായതെങ്ങനെ? അതിസാധാരണത്വത്തെ നായകനായി ആവിഷ്കരിക്കാൻ ശ്രീനിവാസനിലെ തിരക്കഥാകൃത്തിനും സംവിധായകനും കഴിഞ്ഞു. കഥയും കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും ഒരുപോലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ട് സംസാരിക്കണമെന്ന ഉറച്ച നിലപാടെടുത്തു. വിനോദവും ചിന്തയും തമ്മിലുള്ള അതിർവരമ്പുകൾ മായ്ച്ചു കളഞ്ഞു. സാമൂഹിക വിമർശനങ്ങളിൽ ജനകീയത ചോരാതെ സൂക്ഷിച്ചു. ശ്രീനിവാസൻ കഥാപാത്രങ്ങൾ കേരളീയ കുടുംബങ്ങളിൽ നിറഞ്ഞു നിന്നു. ചെറിയ നോട്ടങ്ങൾ, ചലനങ്ങൾ, നിശബ്ദതകൾ, കഥാപാത്രങ്ങളുടെ മാനസിക സങ്കീർണതകൾ എല്ലാം നമ്മുടെ സ്വന്തമോ ചേർന്നുള്ള മനുഷ്യരുടെയോ നേർപകർപ്പുകളോ എന്ന് തോന്നിച്ചു. സാധാരണക്കാരുടെ ജീവിതത്തെ സ്വാഭാവികതയോടെ പകർന്നാടുന്ന ശൈലി പ്രേക്ഷകരെ ആകർഷിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു. സ്വാഭാവികത തന്നെയായിരുന്നു ശ്രീനിവാസൻ എന്ന നടന്റെ അഭിനയത്തിനും ആധാരം. കാരിക്കേച്ചർ സ്വഭാവ രൂപങ്ങളിലൂടെ അപകർഷതാബോധത്തെയും കപടതകളെയും പരിഹസിച്ചു. മുഖ്യഭാവങ്ങളിലൂടെയും അസാമാന്യ ടൈമിങ്ങിലൂടെയും ഹാസ്യം നിർമ്മിച്ചു. വീരത്വമോ മഹത്വമോ ഇല്ലാത്ത പിഴവുകളോടെ ജീവിക്കുന്ന മനുഷ്യനെ അദ്ദേഹം സ്ക്രീനിൽ കുടിയിരുത്തി. അതുകൊണ്ട് തന്നെ ആ കഥാപാത്രങ്ങൾ ഒരു കാലഘട്ടത്തിന്റെ പ്രതിനിധികളായി. പവർക്കെട്ട് പൂച്ചയും കോഴിയെ ഓടിച്ചിട്ട് മുട്ടയിടിയിക്കുന്ന ശ്യാമളയും സ്വന്തം തല പൊട്ടിത്തെറിക്കാൻ കാത്തുനിന്ന് അന്ധവിശ്വാസത്തെ കൊഞ്ഞനം കുത്തുന്ന കുറുപ്പും ഞാളെ ചെറിയ ബുദ്ധിയിൽ തെളിഞ്ഞ ചിത്രങ്ങളാണെന്ന് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു. ഹാസ്യം അസ്വസ്ഥമാക്കാനും ചിന്തിപ്പിക്കാനുമുള്ളതാണെന്ന ബോധ്യമുണ്ടാക്കിയ സാമൂഹിക സത്യങ്ങളെ കൂടുതൽ മൂർച്ചയോടെ മുന്നോട്ട് വെച്ച ഒരു സിനിമാ കാലമാണ് ശ്രീനിവാസനൊപ്പം ഓർമ്മയാകുന്നത്. ഞാൻ ചെയ്യാതെ പോയ സിനിമകളാണ് മലയാള സിനിമയ്ക്കുള്ള എൻ്റെ സംഭാവന എന്ന് പലപ്പോഴും ആവർത്തിച്ചിരുന്ന ശ്രീനിവാസൻ സ്വയം തിരസ്കരിക്കാനുള്ള സർഗാത്മകതയുടെ ആത്മബലം വെള്ളിത്തിരയിൽ അവശേഷിപ്പിച്ചാണ് മറയുന്നത്.